എല്ലാവർക്കും നമസ്കാരം. ഈ തണുപ്പ് കാലത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ പേര് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ് താരനെ കുറിച്ച്. താരൻ അല്ലെങ്കിൽ ഡാൻഡ്രഫ് നിങ്ങൾ ഒരുപാട് പ്രോഡക്ട്സ് മാറി മാറി യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യുന്ന സമയത്ത് കുറവുണ്ട് ഡോക്ടറെ, പിന്നെയും വീണ്ടും തിരിച്ചു വരുന്നു എന്ന് പറയുന്ന ഒരുപാട് പേഷ്യൻസിനെ എനിക്കറിയാം. അപ്പോൾ നമുക്ക് ഈ താരൻ എങ്ങനെ പൂർണ്ണമായിട്ട് മാറ്റാം, എങ്ങനെ താരൻ്റെ വീണ്ടും വരാതെ ഒരുപാട് പ്രോഡക്ട്സ് യൂസ് ചെയ്ത് തളർന്നിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ പൂർണ്ണമായി താരനെ മാറ്റാം, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഇപ്പോൾ നമുക്ക് താരൻ എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മുടെ സ്കാൽപ്പിൽ കോശങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഉണ്ടാകുന്ന കോശങ്ങൾ കൊഴിഞ്ഞു പോകുന്നതുകൊണ്ട് നമ്മൾ കാണുന്നില്ല. എന്നാൽ അധികമായി ഫാസ്റ്ററായിട്ട് കോശങ്ങൾ ഉണ്ടാവുകയും അത് കൊഴിഞ്ഞു പോയി നമ്മുടെ തലയിൽ തന്നെ നിൽക്കുന്നു. നമ്മുടെ തലയിലെ സെബം പ്രൊഡക്ഷൻ, അതായത് തലയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഓയിലാണ് സെബം, അതിൻ്റെ പ്രൊഡക്ഷനും കൂടി ഇതെല്ലാം ചേർന്ന് വിയർപ്പും കൂടെ ചേർന്ന് എല്ലാം കൂടി ക്ലംപ് ചെയ്ത് ഫ്ലേക്സ് ആയിട്ട് മാറിയിരിക്കുന്നതിനെയാണ് നമ്മൾ താരൻ എന്ന് പറയുന്നത്. താരൻ പലരിലും പല രീതിയിൽ കാണുന്നുണ്ട്. ചിലരിൽ അത് ഫ്ലേക്സ് ആയിട്ട് വലിയ വലിയ ഫ്ലേക്സ് ആയിട്ട് കാണും. എന്നാൽ ചിലരിലാണെങ്കിൽ അത് ചെറിയ പൗഡർ പോലെ വെളുത്ത് കാണും. ചിലരിൽ അത് കുറച്ച് ഗ്രീസി ആയിട്ട്, അതായത് സ്റ്റിക്കി ആയിട്ട് കാണുന്നവരുണ്ട്. ക്രീമി ആയിട്ട് നിങ്ങൾ തലയിൽ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുമ്പോൾ നഖത്തിൻ്റെ ഉള്ളിൽ ഒരു യെല്ലോയിഷ് കളർ അല്ലെങ്കിൽ വൈറ്റിഷ് കളറിൽ ക്രീമി ആയിട്ട് കാണുന്നതും കാണാറുണ്ട്. അതിൽ ഓരോന്നും ഓരോ രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാം. അതിൽ തന്നെ ഈ ചിലരുടെ ശരീരത്തിൽ പൊതുവെ ഡ്രൈ സ്കിൻ ഉള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവരുടെ സ്കാൽപ്പും ഡ്രൈ ആയിരിക്കും. ആ കേസിൽ നമുക്കത് താരനായിട്ട് കണക്കാക്കാൻ പറ്റില്ല, അത് ഡ്രൈ സ്കിൻ തന്നെയാണ്. എന്നാൽ എല്ലാവരെയും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു താരൻ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ സ്റ്റിക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രീസി ആയിട്ടുള്ള ചൊറിച്ചിലോട് കൂടിയ ഒരു പൊടിയായിട്ടുള്ള ഒരു താരനാണ്. അത് നമുക്ക് അത് മാനേജ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കാരണങ്ങളെയും കൂടി നമ്മൾ മാനേജ് ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പോൾ ഈ സ്റ്റിക്കി ആയിട്ടുള്ള താരൻ അല്ലെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് ആധുനിക ശാസ്ത്രം വിളിക്കുന്ന ഈ ഡാൻഡ്രഫിൻ്റെ പ്രധാന കാരണങ്ങളായി ആധുനിക ശാസ്ത്രത്തിൽ പറയുന്നത് നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാവുന്ന കുറച്ച് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അത് നാച്ചുറലായി എല്ലാവരുടെ സ്കാൽപ്പിലും കാണുന്നതാണത്. അതിനുണ്ടാവുന്ന ഇറിറ്റേഷൻ ആണ് ഈ താരൻ ഉണ്ടാക്കുന്നതായിട്ടാണ് പറയുന്നത്. എന്നാൽ എന്തുകൊണ്ട് ഇതിന് ഇറിറ്റേഷൻ ഉണ്ടാകുന്നു കാര്യങ്ങളോടെ നമുക്ക് വ്യക്തമല്ല. അത് ആയുർവേദത്തിൽ ഇതിന് കാരണങ്ങളായിട്ട് പറയുന്നത് നമ്മുടെ ആഹാരങ്ങളും നമ്മുടെ വിഹാരങ്ങളുമാണ്. വിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന നമ്മുടെ പ്രവൃത്തികൾ, അറിഞ്ഞുകൊണ്ടോ അറിയാതെ വരുന്ന ചില മിസ്റ്റേക്കുകൾ നമുക്ക് താരൻ വരുത്തുന്നുണ്ട്. അതായത് ആഹാരത്തിൽ വരുന്നത് വിരുദ്ധമായിട്ട് ആഹാരം കഴിക്കുക, ഓവറായിട്ട് സ്പൈസി ആയിട്ട് എരിവും പുളിയും ഉപ്പും ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്നവർക്ക്, അധികമായി അടുപ്പിച്ച് നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർ, ഇവർക്കെല്ലാം ഇത് കാണുന്നുണ്ട്. താരൻ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അതായത് നമ്മുടെ ദഹന പ്രവർത്തനങ്ങൾ അത് കോൺസ്റ്റിപ്പേഷൻ വരുത്തുന്നു, നന്നായി ദഹിക്കുന്നില്ല, അല്ലെങ്കിൽ അസിഡിറ്റി വരുത്തുന്നു, IBS ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ഇതെല്ലാം നമ്മൾ ലിങ്ക് ഉണ്ട്. ഇത് ഉള്ളവർക്ക് താരൻ പോകുന്നു, വീണ്ടും വരുന്നു, ആ ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. നമ്മുടെ വിഹാരങ്ങളെന്ന് പറഞ്ഞില്ലേ, നമ്മൾ അറിയാതെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ രാത്രി ഒരുപാട് നേരം വൈകി ഉറങ്ങുക, പകൽ ഉറങ്ങുക, ചിലർ ഒരുപാട് ചൂടുവെള്ളത്തിൽ കുളിക്കും, അല്ലെങ്കിൽ ഒരുപാട് തണുത്ത വെള്ളത്തിൽ കുളിക്കും. ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ ഒട്ടും എണ്ണ വെക്കാത്തവർക്ക്, തലയിൽ എണ്ണ തീരെ വെക്കാതെ യൂസ് വരുന്നത് നമുക്ക് സ്കാൽപ്പ് ഡ്രൈ ആയിട്ടുള്ളത് കാണാൻ ചാൻസ് ഉണ്ട്. പിന്നെ വരുന്നത് സ്ട്രെസ്സ്, ഒരുപാട് നമ്മൾ വിയർക്കുന്നവരിൽ ഒക്കെ ഈ താരൻ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതെങ്ങനെ മാനേജ് ചെയ്യാം, വീണ്ടും വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾക്കുള്ള ഒരു പ്രതിവിധി, അതായത് നമ്മുടെ ആഹാരങ്ങളെയും നമ്മുടെ പ്രവൃത്തികളും നമ്മൾ കറക്റ്റാക്കുക. നമ്മൾ കറക്റ്റ് സമയത്ത് ഉറങ്ങുക, കറക്റ്റ് സമയത്ത് എണീക്കുക, പകൽ ഉറങ്ങാതിരിക്കുക, ഭക്ഷണത്തിലധികം എരിവും പുളിയും ഉപയോഗിക്കാതിരിക്കുക, ബേക്കറി പലഹാരങ്ങളും സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങളും നമ്മൾ കൺട്രോൾ ചെയ്യുക, തൈര്, അച്ചാറ്, ചെമ്മീൻ ഇതിനൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് താരൻ കൂട്ടുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒരു കൺട്രോളായിട്ട് യൂസ് ചെയ്യുക. ഒപ്പം നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട കേസിൽ ഉള്ളിലേക്ക് എടുക്കാം. ഈ നമ്മൾ മാറ്റുന്നതോടൊപ്പം തന്നെ ഈ താരൻ ഉണ്ടാകുമ്പോൾ ഉള്ള ദോഷങ്ങൾക്ക് വിപരീതമായിട്ടുള്ള തരത്തിലുള്ള ഓയിലുകൾ, ഹെയർ പാക്കുകൾ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ നമ്മുടെ താരൻ മാറി നമുക്ക് പുറമേ നിന്ന് കളയാം. അതായത് നമ്മൾ പറയുന്നത് ആയുർവേദത്തിൽ വാതകവചമായിട്ടാണ് കൂടുതലും താരൻ കാണുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഓയിലുകൾ, എല്ലാ ഓയിലുകളും നമുക്ക് താരന് പറ്റില്ല. താരനെ കളയുന്ന രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള ഹെയർ ഓയിലുകൾ യൂസ് ചെയ്യാം.
ഹെയർ പാക്കുകൾ, അതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ആര്യവേപ്പില, ദന്തപാലയില, തുളസിയില, മുക്കുറ്റി, ഇതെല്ലാം വരുന്ന ഹെയർ പാക്ക് ഉണ്ട്. നമ്മുടെ മരിയാസിൻ്റെ ഹെയർ പാക്കും ഹെയർ ഓയിലും ഒക്കെ നമുക്ക് ഈ താരന് വേണ്ടിയിട്ട് പ്രത്യേകം ഇൻഗ്രീഡിയൻസ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയ ഹെയർ പാക്കുകൾ, ഓയിലുകൾ, ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ എക്സസ് ആയിട്ടുള്ള തലയിൽ വരുന്ന സ്കെയിലിംഗ് എല്ലാം നമുക്ക് അതിലൂടെ റിമൂവ് ചെയ്യാൻ പറ്റും. ഈ ചൊറിച്ചിലും ഈ ഗ്രീസി ആയിട്ടുള്ള ആ ഒരു അപ്പിയറൻസും ഒക്കെ മാറുന്നതിന് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ രണ്ട് കാരണങ്ങളെയും, അതായത് നമ്മൾക്ക് എക്സ്റ്റേണലായിട്ട് നമുക്ക് കളയാനായിട്ട് നമ്മൾ ഈ ഇത് യൂസ് ചെയ്യുക, ഉള്ളിലേക്ക് വീണ്ടും വരാതിരിക്കാനായിട്ട് നമ്മൾ ആഹാരങ്ങളിലെയും നമ്മുടെ പ്രവൃത്തികളും ഒന്ന് കൺട്രോൾ ചെയ്ത് അതിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ പൂർണ്ണമായിട്ടും ഈ താരനെ ചികിത്സിച്ച് മാറ്റാവുന്നതാണ്.